ഇറാന്റെ അടുത്ത പരമോന്നത നേതാവിനെ ഞാൻ തിരഞ്ഞെടുക്കും. ആ പ്രക്രിയയിൽ കൈകടത്താൻ ആരെയും ഞാൻ അനുവദിക്കില്ല. വ്യക്തമായ മുന്നറിയിപ്പ് നൽകി ഡൊണാൾഡ് ട്രംപ് രംഗത്ത് വന്നിരിക്കുകയാണ്. നിലവിലെ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖൊമേനിയുടെ മകനായ മുജ്തബ ഖൊമേനിയെ അധികാര കസേരയിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ, ആ നീക്കങ്ങൾ നടക്കുന്നതിനിടയിലാണ് ഇത്തരത്തിൽ ഈ ഒരു കടുത്ത എതിർപ്പ് പ്രകടിപ്പിച്ചുകൊണ്ട് തന്നെ ട്രംപിന്റെ ഭാഗത്തു നിന്നും ഒരു മുന്നറിയിപ്പ് ഉണ്ടായിരിക്കുന്നത്. ഇറാനിൽ ട്രംപിന്റെ താല്പര്യങ്ങളുമായി ഒത്തുചേർന്ന് പ്രവർത്തിക്കുന്ന ഒരു പാവ സർക്കാരിനെയാണ് ഇപ്പോൾ അവിടെ ആവശ്യമെന്നതാണ് ഇതിലൂടെ വെളിവാകുന്നത്. അതിനായുള്ള നീക്കങ്ങളാണ് അണിയറയിൽ സജീവമാകുന്നതും. ഇതോടുകൂടി തന്നെ ഇറാന്റെ പൂർണ്ണമായുള്ള അധികാരം പിടിച്ചെടുക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് ഇത്തരമൊരു സംഘർഷം മൂർച്ഛിപ്പിക്കാനുള്ള കരുക്കൾ ഇവരുടെ ഭാഗത്തു നിന്നും നീക്കുന്നതെന്ന വിലയിരുത്തലും പുറത്തു വരുന്നുണ്ട്. അതേസമയം ഇറാനിലെ ഭരണമാറ്റത്തിന് നേരിട്ട് ചുക്കാൻ പിടിക്കുമെന്ന് പരസ്യമായ പ്രഖ്യാപനമാണ് ട്രംപ് ഇവിടെ നടത്തിയിരിക്കുന്നത്. ഇറാന്റെ അടുത്ത പരമോന്നത നേതാവിനെ തിരഞ്ഞെടുക്കുന്ന പ്രക്രിയയിൽ നിന്ന് താൻ നേരിട്ട് പങ്കാളിയാകുമെന്നാണ് ട്രംപ് വ്യക്തമാക്കുന്നത്. നിലവിലെ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖൊമേനിയുടെ മകനായ മുജ്തബ ഖൊമേനി അധികാരം ഏറ്റെടുക്കാനുള്ള നീക്കങ്ങൾ ഇവിടെ ശക്തമാക്കിക്കൊണ്ട് ആ രീതിയിലേക്കുള്ള പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്ന സാഹചര്യത്തിൽ ഇതിനെ ശക്തമായി തന്നെ എതിർക്കുകയാണ് ട്രംപ് ഇവിടെ ചെയ്തിരിക്കുന്നത്. അടുത്ത നേതാവിനെ തിരഞ്ഞെടുക്കുന്നതിൽ എനിക്ക് പങ്കുണ്ടാകും എന്ന ട്രംപിന്റെ പ്രസ്താവന ഇപ്പോൾ ആഗോള രാഷ്ട്രീയത്തിൽ പോലും വലിയ ചർച്ചകൾക്ക് ഇടവയ്ക്കുകയാണ്. ഇറാനിലെ നിലവിലെ ഭരണകൂടം തകർച്ചയുടെ പാതയിലാണ് എന്നും വിദേശ രാജ്യങ്ങളിൽ സേവനമനുഷ്ഠിക്കുന്ന ഇറാനിയൻ നയതന്ത്രജ്ഞർ ഉടൻ തന്നെ അഭയം തേടണമെന്ന് പോലും ട്രംപ് ഇവിടെ ആവശ്യപ്പെടുകയാണ് ചെയ്തിരിക്കുന്നത്. അതേപോലെ തന്നെ ഇറാന്റെ പരമോന്നത നേതാവിന്റെ പദവിയിലേക്ക് കുടുംബവാഴ്ച ഇനി അനുവദിക്കില്ല, ഇത് വെച്ചു പൊറുപ്പിക്കില്ല എന്ന കർശനമായ നിലപാട് കൂടിയാണ് ഇപ്പോൾ ട്രംപ് സ്വീകരിച്ചിരിക്കുന്നത്. അയത്തുള്ള അലി ഖൊമേനിയുടെ ആരോഗ്യനില വഷളായതിനെ തുടർന്നുകൊണ്ട് മകൻ മുജ്തബയെ വാഴിക്കാനുള്ള നീക്കങ്ങൾ ഇറാൻ സജീവമായി തന്നെ അണിയറയിൽ നടത്തുകയും ചെയ്തിരുന്നു. എന്നാൽ ഈ ജനാധിപത്യ പ്രക്രിയയിലൂടെ അല്ലാതെ തന്നെ, അതായത് ഇനിയൊരു ജനാധിപത്യ പ്രക്രിയയിലൂടെ അല്ലാതെ തന്നെ പുതിയൊരു നേതാവ് വരുന്നത് ഒരിക്കൽ പോലും അംഗീകരിക്കാനാകില്ല എന്ന് തന്നെയാണ് ട്രംപിന്റെ പക്ഷമായി, അല്ലെങ്കിൽ ട്രംപിന്റെ ഒരു മുന്നറിയിപ്പായി തന്നെ പറയുന്നത്. ഇറാനിയൻ നയതന്ത്രജ്ഞരോട് തങ്ങളുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി ഉടൻ തന്നെ പാശ്ചാത്യ രാജ്യങ്ങളിൽ രാഷ്ട്രീയ അഭയം തേടണമെന്ന് ട്രംപ് ഇവിടെ ആഹ്വാനം ചെയ്യുകയാണ് ഉണ്ടായിരിക്കുന്നത്. ഭരണകൂടം മാറുമ്പോൾ അവർ വേട്ടയാടപ്പെടാൻ സാധ്യതയുണ്ട് എന്ന മുന്നറിയിപ്പ് പോലും ട്രംപ് ഇവിടെ നൽകുന്നുണ്ട്. ഇറാനിലെ ജനങ്ങൾക്ക് വേണ്ടി താൻ നിലകൊള്ളുമെന്നും അവിടെ നൽകിയിരിക്കുന്ന സ്വേച്ഛാധിപത്യത്തിന് ഒരു അന്ത്യം കുറിക്കാൻ സമയമായി എന്ന ട്രംപിന്റെ ഒരു വാദം കൂടിയാണ് ഇവിടെ ഉയർന്നു കേൾക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.